താങ്ക് ഗോഡ്. സിസ്റ്റർ തങ്കം വന്നത് നന്നായി. എന്റെ തിസിസിന് വേണ്ട അതിനിർണായകമായ ഒരു പോയിന്റ് ഇപ്പൊ തടഞ്ഞതേ ഉള്ളൂ. വൈ പീപ്പിൾ ടേൺ മാഡ്? മനസ്സിന്റെ സമനില തെറ്റാൻ കാരണങ്ങൾ പലപ്പോഴും സാഹചര്യങ്ങളാണ്. പക്ഷെ ഒരിക്കൽ തെറ്റിയ സമനില അതേപടി തെറ്റി തുടരുന്നതിന് യു നോ വാട്ട് ഈസ് റെസ്പോൺസിബിൾ? ദി എൻവിറോൺമെന്റ്, സറൗണ്ടിങ്സ്, ദി ബാക്ക്ഗ്രൗണ്ട്. എന്ന് വെച്ചാൽ സമനില തെറ്റിയിട്ടില്ല എന്ന് ഊറ്റം കൊള്ളുന്ന സിസ്റ്ററും ഞാനും ഉൾപ്പെടുന്ന സമൂഹം. ഇതാരോടെങ്കിലും പറഞ്ഞു ഉറപ്പിച്ചിട്ടാവാൻ ഡ്രാഫ്റ്റ് കുറിക്കുന്നതെന്ന് ഓർത്തിരിക്കുമ്പോഴാണ് സിസ്റ്റർ കടന്നു വന്നത്. വെരി ഗുഡ്. അവിടെ ഇരിക്കൂ, ഞാൻ വിസ്തരിച്ച് വിശദീകരിക്കാം. അതായത് മണി 10:30 നൈറ്റ് റൗണ്ട് കംപ്ലീറ്റ് കഴിഞ്ഞു. മരുന്ന് കൊടുക്കേണ്ടവർക്കെല്ലാം കൊടുത്തു. പേഷ്യൻസ് എഴുതാൻ ഉറക്കമായി. ഇനി ഓഫ് കോഴ്സ് സിസ്റ്ററിന് റെസ്റ്റിന് പോകേണ്ട സമയമായി. ഈ സമയം ഒരു സീരിയസ് ഡിസ്കഷന് പറ്റിയതല്ല. ഐ ആം സോറി, ഞാനത് ഓർത്തില്ല. ഡോക്ടർക്കും വേണ്ടേ റെസ്റ്റ് ഉറക്കമൊക്കെ? താങ്ക് യു ഫോർ റിമൈൻഡിങ്. സിസ്റ്റർ പോയി കിടന്ന് ഉറങ്ങിക്കോളൂ. പിന്നെ പോകുന്ന വഴിക്ക് നമ്മുടെ വാച്ച്മാൻ ഭാസ്കരൻ ഉണ്ടല്ലോ, അയാളോട് ആസ് യൂഷ്വൽ ഇരുന്ന് ഉറങ്ങരുന്നൊരു വിരട്ട് വരട്ടിക്കണം. തക്കം കിട്ടിയാൽ നിന്നിട്ടായാലും ആ കഴുത കൂർക്കം വലിക്കാൻ തുടങ്ങും. ഇതിനൊക്കെ പട്ടാളത്തിൽ വെച്ച് എങ്ങനെ പൊറപ്പിച്ചിരുന്നോ ആവോ. എക്സ് സർവീസ് ആണത്ര, എക്സ് സർവീസ്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. എഴുതി വന്ന ട്രെൻഡ് പോയി. അത് ശരി. മുഖത്തും തലയിലുള്ള ഈ നര മുഴുവൻ കറപ്പിക്കാൻ ഈ ഐബ്രോ പെൻസിൽ ഒന്നും പോരാ. അടുക്കളയിൽ അടുപ്പിൽ നല്ല മുഴുത്ത കരിക്കട്ട കാണും. വേലക്കാരിയോട് പറഞ്ഞാൽ മതി. മുടി കറപ്പിക്കൊന്നും വേണ്ട. മീശയിലെ വെളുത്ത മുടിക്ക് ഒരു കറുത്ത ഷെയ്ഡ് കിടന്നോട്ടെ എന്ന് കരുതി ഒന്ന് ടച്ച് ചെയ്തതല്ലേ എന്റെ ദേവകി ഞാൻ. ചമഞ്ഞൊരുങ്ങി നിങ്ങളിപ്പോ അത്തലൊരു അഴകി രാവണായിട്ടുണ്ട്. കൂട്ടുകാരന്റെ ഷഷ്ടിപൂർത്തിക്ക് പോകുന്നല്ലേ പറഞ്ഞത്? എനിക്കൊരു സംശയം, പോണത് അതിന് തന്നെയാണോ അതോ വല്ല പെണ്ണ് കാണാനോ മറ്റോ? പെണ്ണ് കാണാനോ? എന്താ ദേവകി പറയുന്നേ? ഈ വയസ്സുകാലത്ത് വയസ്സായെന്നൊരു വിചാരെങ്കിലും ഉണ്ടല്ലോ. ദൈവാധീനം. പോയിട്ട് എപ്പോഴേക്കാണാവോ തിരിച്ചെഴുന്നള്ളത്ത്? വൈകിട്ട് ഞാൻ കോളേജിൽ നിന്ന് വരുമ്പോഴേക്കും ആളിവിടെ ഉണ്ടായിരിക്കണം, പറഞ്ഞേക്കാം. അയ്യോ എന്റെ പൊന്ന് ദേവകി, ഇന്ന് വൈകിട്ട് തന്നെ തിരിച്ചെത്തണമെന്ന് പറഞ്ഞാ അത് കുറച്ച് വിഷമമാണ്. എന്റെ കൊച്ചുനാളിലെ തൊട്ടുള്ള കൂട്ടുകാരനാ ദാമോദരമേനോൻ. അയാളുടെ ഷഷ്ടിപൂർത്തിയാ. ചെന്ന് മോഹം കാണിച്ചിട്ട് ഉടനെ ഇങ്ങനെ പോരാൻ പറ്റുമോ? നിർബന്ധിച്ചാൽ അന്തി അവിടെ തങ്ങേണ്ടി വരും. നാളത്തെ ഈ നേരത്ത് ഞാനും ഉണ്ടാവും. പോരെ? പിന്നെ എസ്റ്റേറ്റ് സൂപ്രണ്ട് രാമൻകുട്ടി നാളെ ഉച്ചയ്ക്ക് ഇവിടെ വരും. ആ കണക്കൊക്കെ ഒന്ന് വിശദമായി വെരിഫൈ ചെയ്യാനുള്ളതാണ്. ആ സമയത്ത് ആളിവിടെ കാണണം, പറഞ്ഞേക്കാം. ഓ ഓ, മണി 9 പുളയെ താമസിക്കുന്ന മോശമല്ലേ ദേവകിയല്ലേ? എല്ലാ ഭാര്യമാർക്കും കെട്ടിയമ്മയുടെ വയസ്സ് കുറഞ്ഞു കാണണമെന്ന് ആഗ്രഹം.
ഒരിടത്തേക്ക് നേരെ മറിച്ച കേട്ടാത്തൊന്നും ഞാനങ്ങ് മൂത്ത് നരച്ചെന്ന്. എസ്റ്റേറ്റിലെ കണക്ക് നോക്കണം പോലും. അതിന് മാത്രം മതി ഞാൻ. ഇന്നലത്തെ അവള് കോളേജിൽ നിന്ന് എത്തിയാൽ ഉടനെ ഇവിടെ കാണണമെന്ന്. എന്തിനാ? ഒരു കാര്യമില്ലേ. എവിടെ പോയാലും ഉടനെ ഇങ്ങോട്ട് കെട്ടിയെടുത്തോണം. പറയുന്നത് കേട്ടാത്തൊന്നും ഇവക്ക് ഞാനില്ലാതെ ഉറക്കേ വരത്തില്ലെന്ന്. മുജ്ജന്മ പാപം. അനുഭവിച്ചോ? നല്ലപോലെ അനുഭവിച്ചു. ഇങ്ങനെ ഒരു പീഡ ഒരു സാധനം വെച്ചാ വെച്ചെടുത്ത് കാണത്തില്ല. പൊന്നമ്മേ, എന്റെ വാച്ച് എവിടെ? ദാമോദരമേന്റെ ഷഷ്ടിപൂർത്തിക്ക് പോണത് ഏത് വഴിയാണാവോ? ധന്വന്തിരി വൈദ്യശാല വഴിയാണെങ്കിൽ ഞാൻ കൂടെ വരായിരുന്നു. ഇന്നലെ രാത്രി ഒരുപോലെ കണ്ണടച്ചിട്ടില്ല. കാല് കഴിച്ച് കുത്തിയിട്ട് വയ്യ. നടുവിലക്കാണെങ്കിൽ അത് വേറെ. ശ്വാസം വിടാനുള്ള ബുദ്ധിമുട്ട് കാരണം ഉമ്മനീരിറക്കാൻ കൂടി വല്ലാത്ത പേടിയാ. ഇവിടുത്തെ ചികിത്സ കൊണ്ട് ഒന്നും ഒരു വിശേഷവും ഇല്ല. ഷഷ്ടിപൂർത്തിക്ക് പോണതിന്റെ ഇടയില വൈദ്യനും മരുന്നു. നടക്കാത്ത കാര്യമൊന്നും പറയണ്ട. ഞാനൊരു സൂക്കേടുകാരിയായി പോയത് കൊണ്ടല്ലേ. തോക്കേട് കാര്യം എന്നെ കൊണ്ടൊന്നും പറയിക്കണ്ട. കുഴമ്പം തേച്ച് കാലം നീട്ടി അകത്തെക്കാനും പോയി കിടന്നോളാം. എന്റെ ഭഗവതി, കണ്ണി ചോരയില്ലാതെ ഇങ്ങനെ ഓരോന്ന് പറയാൻ തോന്നുന്നല്ലോ. ഇപ്പോഴത്തെ ട്രാൻസ്പോർട്ട് ബസ് കയറി നമ്മുടെ നാട്ടിലെ റോഡിൽ കൂടെ 1 മണിക്കൂർ യാത്ര ചെയ്യാമെന്ന് വെച്ചാല് അയ്യോ, അതില് എളുപ്പമാണ് സർക്കസുകാരുടെ മരണക്കിണറ്റിലെ ഒരു കൂട്ട അഭ്യാസങ്ങൾ. എന്റെ അളിയോ, ഇറങ്ങേണ്ട സ്ഥലമായപ്പം കൺട്രാവിയോട് പറഞ്ഞു. വെല്ലടിയും ബ്രേക്ക് ഔട്ടലും വണ്ടിപോക്കും വണ്ടിപിടിയിലും ഒറ്റ വീർപ്പിനായിരുന്നു. മരണപ്രാർത്ഥന ഞാൻ വണ്ടിക്കകത്തുനിന്ന് എടുത്ത് ചാടി. അപ്പം കിട്ടിയ പാരിതോഷികമാണ് അടിയോ ഈ വിലക്കം. അടിയാ, എന്റെ അടിയാ, എന്റെ ഈ നടുവിട്ടൊന്ന് താങ്ങിക്കേ. അളിയോ, എന്ത് തോന്നിയടാ രാഗം കുട്ടിയെ നിനക്കൊന്ന് ഇത്രയിടം വരാനായിട്ട്? സൂക്കേടുകാരി ഒരു ഓപ്പോൾ വിടേണ്ടെന്ന് വല്ല വിചാരം നിനക്കുണ്ടോ? ആകെ കൂടിയുള്ള ഒരു ആങ്ങളെയാ. ഇതാ ഇപ്പം കാര്യമായത്. കേട്ടോ അളിയാ, ഓപ്പോട് പറയണ കേട്ടാ തോന്നും ഞാനവിടെ പരിപൂർണ സുഖമായി ഓടിച്ചാടി നടക്കുകയാണ്. എന്റെ വയ്യായി എനിക്കല്ലേ അറിയാവൂ. 2 ആഴ്ചയായിട്ട് വിചാരിക്കുന്നു ഒന്ന് ഇവിടം വരെ വരണമെന്ന്. അതെങ്ങനെ പറ്റണ്ട. വാദത്തിന്റെ അസുഖം പോട്ടെ, അത് പിന്നെ പണ്ടേ ഉള്ളതാ. അതിന്റെ ഇടയിലാണ് ആസ്മ. ഇതിനൊക്കെ പുറമെ വായുവിന്റെ പോകും. ചില്ലറ ലൊട്ടിലൊടുക്ക് വയ്യാരികളൊക്കെ വേറെയും. ഇത് വല്ലതും ഓപ്പോൾ അറിയുന്നുണ്ടോ? അവരവർക്ക് അവരവരുടെ വയ്യായിക്കാ വലുത്. ഞാനിവിടെ കിടന്ന് അനുഭവിക്കുന്ന വേദന എനിക്കല്ലേ അറിയൂ. ചികിത്സ കൊണ്ടൊന്നും ഒരു കുറവുമില്ല. ആങ്ങളെയും കൊള്ളാം, പെങ്ങളും കൊള്ളാം. ഒരു നുകത്തി കെട്ടാൻ രണ്ടിനെ. അരിവിടെന്ന് പറയുന്നതിനേക്കാൾ വൈദ്യശാല എന്ന് പറയുന്നത് ആ സൗകര്യം. സർവത്ര രോഗികൾ. ഒരു മകനുള്ളത് MD പാസ്സായിട്ട് വന്നാൽ ഉടനെ നോക്കാൻ വീട്ടുമുറ്റത്തൊരു ബോർഡ്. ഒരു ആശുപത്രിക്കുള്ള രോഗികൾ ഇവിടെ തന്നെ ഉണ്ടല്ലോ. അസുഖം എന്ന് പറയുന്നത് അടിയൻ തീരെ നിസാരമാക്കി കളയരുത്. അനുഭവിക്കുന്നവർക്കേ അതിന്റെ പങ്കപ്പാട് അറിയാവൂ. ഒരു എതിർപ്പുമില്ല. 100 വട്ടം സമ്മതിച്ചു. ഓമന കുട്ടനാര് വന്നു. പൊന്നമേ, ഞാൻ ഇറങ്ങാ. അല്ല, അത് ചോദിച്ചില്ലല്ലോ. അളിയിൽ എവിടേക്കാ പുറപ്പാട്? ഓപ്പോൾ പറയും. വേഗം വരണേ. ഞാനും അതെ, രാഘവൻ കുട്ടി അതെ. രണ്ടുപേരും സൂക്കേടുകാരാണെന്നൊരു വിചാരമെങ്കിലും വേണേ. ആ ഒരു വിചാരം മാത്രമേ ഉള്ളൂ. അതൊക്കെ അങ്ങനെ കിടക്കും. ആശാൻ ഇങ്ങോട്ട് കയറ്. എല്ലാവർക്കും കൊടുക്കും. 1 2 3 4 5 6 7 8 എടുക്ക്. ഇതാ ഇതാ. ഇനി മക്കളെല്ലാം പോയിട്ട് കേട്ടോ. നല്ല കുട്ടൻ. വേഗം ചെല്ല്. ഓക്കെ.
21 ഐസ്ക്രീമായി. 21 ഒരു നല്ല അക്കമല്ല ഇല്ലേ ഗീത? അയ്യോ അല്ല, ഒരു 4 എണ്ണം കൂടി ഇവിടുത്തെ. ദാറ്റ് ഇസ് ഫൈൻ. 25 is quarter century. ഐസ്ക്രീം 62.5. ഏയ്, അങ്ങനെ പോയാൽ എങ്ങനെയാ? പൈസ വന്നിട്ട് പോണം. പൈസയോ? ഇപ്പൊ കയ്യിലില്ല. ഇല്ലെന്നോ? 1-2 രൂപയൊന്നുമല്ല, 62 രൂപയാണ്. എന്നെ ചുറ്റിക്കരുതേ. നോക്ക്, ഞങ്ങളെ കണ്ട അങ്ങനത്തെ തട്ടിപ്പുവാർത്തയാണെന്ന് തോന്നോ? അതില്ല. പിന്നെന്താ? നമ്മൾ ചെറുപ്പക്കാര് തമ്മിൽ വിശ്വസിച്ചില്ലെങ്കിൽ പിന്നെ ആര് വിശ്വസിക്കാനാ? പാവം, വെറുതെ ഓരോന്ന് പറഞ്ഞ് മനസ്സ് വിഷമിപ്പിച്ചു. ഇന്നാ ഇത് കഴിച്ചൊന്ന് തണുപ്പിക്കും. ധൈര്യമായിട്ടിരുന്നു, ഒറ്റ പൈസ കുറയാതെ ഞങ്ങൾ ഇവിടെ എത്തിക്കും, കയ്യിലുണ്ടാവുമ്പോ. ബൈ. പിന്നെ ഒരു കഷ്ണം പേപ്പർ. എന്താ വില? 14 രൂപ. ഒരു 14 കൊടുത്ത്. നമ്മൾ പോകുന്നെന്ന് പറഞ്ഞപ്പോ ഒരു ദിവസം കൂടി കൂടിയിട്ട് പോകാൻ ദാമോദരമേനെ നിർബന്ധിക്കുമെന്നാണ് ഞാൻ കരുതിയത്. എന്നിട്ട് മേനോനും മേനത്തും കൂടി കൈകൂപ്പിക്കൊണ്ട് വെളുക്കച്ചിരിച്ച് പറഞ്ഞു കേട്ടില്ലേ? താങ്ക്സ് ഫോർ കമ്മിങ്. കണ്ടാ തോന്നും നമ്മളൊന്ന് പോയി കിട്ടിയിട്ട് വേണം രണ്ടാമത്തെ ഹണിമൂൺ തുടങ്ങാനും. നാണക്കേടല്ല പണിക്കരെ. നാളെ വരൂ, മേനോ നിർബന്ധിച്ച് തട്ടിക്കളയാൻ പറ്റില്ലെന്ന് ഞാൻ ദേവഗിരിക്ക് വീമ്പിളക്കുകയും ചെയ്തു. സാരമില്ല ഓമനക്കുട്ട, ആ കേരളത്തിലെങ്കിലും നമുക്ക് ഒരു ദിവസത്തെ സ്വാതന്ത്ര്യം വീണ് കിട്ടിയല്ലോ. ലെറ്റ് സെലിബ്രേറ്റ്. ആരുടെ മേനത് കയറി ഇനി വരുത്തിവിടെ ആത്തിരിപ്പുണ്ട്. തിരിച്ചു കളിക്കണം വേണ്ട, ഇങ്ങോട്ടോ ഞാൻ. നിങ്ങളെങ്ങനെ ഇതിനകത്ത് വന്നു? ചോദിച്ചത് കേട്ടില്ലേ? ഒറ്റ വീർപ്പിന് ഇങ്ങനെ ചോദിച്ചാ ശ്വാസം മുട്ടിപ്പോവും. ഓരോരുത്തരെ ചോദിക്കും, ഉത്തരം പറയാം. അല്ലേ രേഖ? ഫസ്റ്റ് ക്വസ്റ്റ്യന് ഫസ്റ്റ് ആൻസർ. കാറില് എങ്ങനെ കയറിയെന്ന്? സിമ്പിൾ, ഡോർ തുറന്ന് കയറി. ഇനി രണ്ടാമത്തെ ചോദ്യം. ആരോടും ചോദിച്ചില്ല, ചുമ്മാ കയറിയിരുന്നു. എന്ത് കാര്യത്തിന്? അതെ, ട്രോഫിക്കരുത് പ്ലീസ്. ഞങ്ങളൊരു വഴിക്ക് പുറപ്പെട്ടതാണ്, ഒരു ലിഫ്റ്റ് വേണ്ടിയിരുന്നു. നിങ്ങളുടെ കാറിൽ കയറിയിരുന്നോ പോകുന്ന വഴിക്ക് എവിടെയെങ്കിലും ഇറങ്ങാമല്ലോ എന്ന് കരുതി. സത്യമായിട്ടും ഇതല്ലാതെ വേറൊരു ദുരുദ്ദേശവും ഇല്ല. പ്രോമിസ് അപ്പോൺ ഗോഡ്. എങ്കിൽ പിന്നെ കള്ളന്മാരെപ്പോലെ ഒളിച്ചു കയറി ഇരുന്നെന്തിനാണ്? അതെ, നേരെ ചോദിച്ചും പറഞ്ഞു ആയിക്കൂടായിരുന്നു. ചോദ്യം ജെന്യുവിനാണ്. വഴിയേരിയിൽ കാർ പാർക്ക് ചെയ്ത് ബിയർ വാങ്ങാൻ പോകുന്ന നിങ്ങളോട് കാറിൽ കയറ്റാവുന്ന എങ്ങനെ ചോദിക്കും? അല്ലെങ്കിൽ പിന്നെ കാറിന്റെ മുന്നിലേക്ക് ചാടി ലിഫ്റ്റ് ചോദിക്കണ്ടേ? വല്ല വട്ടുകേസ് കാണുമെന്ന് കരുതി കാർ നിർത്താൻ നിങ്ങൾ പോവുകയും ചെയ്യും. ചെയ്തത് തിക്കാരുവാണെങ്കിൽ പൊറുക്കുക. വേണമെങ്കിൽ ചന്തിക്കിട്ട് 2 പേട പഠിച്ചോളൂ, ശിക്ഷയായിട്ട് സഹിച്ചോളാം. എന്നാലും വഴിയിലിറക്കി വിടരുത് പ്ലീസ്. അബലകളായ പെണ്ണുങ്ങളല്ലേ ഞങ്ങൾ. വാന്നേ. എന്തായി കാണിക്കും? എന്തേർപ്പുറ ഇത് കൊള്ളാം. കരൂന്നേ മാ. വിടുന്നേ. ദേഹത്തോട് ആരെങ്കിലും കണ്ടാലോ? വണ്ടി വിട്. മക്കളെ അല്ലേ? വണ്ടി വിട്. നേരെ നോക്കി ഓടിക്കട്ടെ ഓമനക്കുട്ട. ഓമനക്കുട്ടൻ, വാട്ട് എ സ്വീറ്റ് നെയിം. പക്ഷെ ആളെ കാണാണ്ട് പേര് മാത്രം കേട്ടാൽ കാണാൻ കൊള്ളാവുന്ന വല്ലവരുമാണെന്നേ കരുതും. ആ ഒരു കുഴപ്പമേ ഉള്ളൂ. എനിക്കിഷ്ടമായി. എന്തായാലും വിശ്വനാഥ പണിക്കിരുന്ന കിളവൻ പേരിനേക്കാൾ നല്ല പേരാ. അത് 3 തരം. വിശ്വനാഥൻ എന്ന് പറഞ്ഞാൽ വിശ്വം. ദാറ്റ് മീൻസ് ഇത് എൻറ്റയർ വേൾഡ്.
ലോകത്തിന്റെ മുഴുവൻ നാഥൻ എന്നല്ലേ അർത്ഥം? ഇറ്റ് ഈസ് സിംപ്ലി ഗ്രേറ്റ്. ഒന്നുമില്ലെങ്കിൽ ഒരു അർത്ഥമെങ്കിലും ഉണ്ടല്ലോ. ഐ ലൈക്ക് ഇറ്റ്. ഹായ്, രാവിലെ എങ്ങോട്ടാ? കോളേജിലേക്കായിരിക്കും. ഹാഫ് ഡേ ലീവ് എടുത്താൽ നേരെ മോർണിംഗ് ഷോയ്ക്ക് പോകാം. ഒരു ഒന്നാമതൊരു വയസ്സട്ട് ഒരു വിദേശി കളിക്കുന്നുണ്ട്. ഉച്ചയ്ക്ക് ലഞ്ചിന് തിരിച്ചെത്താം. ടിക്കറ്റ് എന്റെ വക. പോയി നല്ല ജോളിയായിട്ട് സിനിമയെ കണ്ട് നീ വരാം. എന്ത് പറയുന്നു? ഞാനില്ല. ദേ, ഇതിനാണ് എടുത്തിയാട്ടം എന്ന് പറയുന്നത്. ഇത്ര പെട്ടെന്ന് നേരെ ഇല്ല എന്ന് പറയാൻ തോന്നുന്നുണ്ടല്ലോ. ഇനി ഇംഗ്ലീഷ് വേണ്ടെന്നുണ്ടെങ്കിൽ ഹിന്ദിയുണ്ട്, തമിഴുണ്ട്, അതുമല്ലെങ്കിൽ മലയാളവും ഉണ്ട്. അത് നിങ്ങളുടെ ഇഷ്ടം. നല്ല ആശ്രയ ഡെപ്പാന്നത്തെ നമ്പർ വരെ ഉണ്ട്. അത് യുവർ ചോയ്സ്. എവിടെ വേണേ ഇപ്പം. മണി ഈസ് നോ പ്രോബ്ലം. ഒന്ന് ശല്യപ്പെടുത്താൻ പോകുന്നുണ്ടോ? ഉള്ള ഈ റോട്ടീൻ ലൈഫിൽ നിങ്ങൾക്കൊരു ചേഞ്ച് ആകട്ടെ എന്ന് കരുതി ഞാൻ ചെയ്യാൻ തയ്യാറാകുന്ന ഒരു സോഷ്യൽ സർവീസാണ്. അതിനെ കയറി ഒരു ദയവുമില്ലാതെ ശല്യം എന്ന് വിളിച്ചാലോ? നമുക്ക് ചുമ്മാ ജോളിയായിട്ടൊന്ന് കറങ്ങി തിരിച്ചു വരാവുന്നേ. കുറെ നാളായി നിന്നെ കുറിച്ചുള്ള കംപ്ലൈൻസ് തുരുതുരാ വരുന്നു. തന്റെ തള്ളേ ഗൾഫിൽ കിടന്ന് ദേഹച്ചുണ്ടാക്കുന്നത് മുടിപ്പിക്കാൻ ഓമനപുത്രൻ കണ്ടുപിടിച്ച വഴികൊള്ള പെമ്പിള്ളേരെ മാത്രമേ സിനിമയ്ക്ക് വിളിക്കൂ. അല്ലാതെ എന്നെ വെറുതെ തെറ്റിദ്ധരിക്കുകയാണ്. ധാരണ തെറ്റോ ശരിയെന്ന് അങ്ങ് സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ ഇൻസ്പെക്ടർ സാർ തീരുമാനിച്ചോളൂ. സാറിന്റെ സൈക്കിള് സൈക്കിൾ അടക്കമാണ്. പറയല്ലേ താൻ ആ സൈക്കിൾ സ്റ്റേഷനിൽ കൊണ്ടുപോകും. നിന്നെ ശരിക്കും പെരുമാറുന്നു.